ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് അൻസാർ ഹോസ്പിറ്റലിലോട്ടാണ്. മോനെ 5 ദിവസം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ കൊടുന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും പോകുന്ന പോലെ ശശിയുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നു മോന് വിട്ടുമാറാത്ത കഫക്കെട്ട്. പക്ഷെ വണ്ടി കയറിയേക്കുമ്പോൾ ആൾ ഉഷാറായി, ആളെന്നോട് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. മഴ കാരണം കടനൊന്നും ബുക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് അൻസാർ ഹോസ്പിറ്റലിലെത്തി. തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്യുക കാരണം നമുക്ക് വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 5 ദിവസം മുമ്പ് വന്നതുകൊണ്ട് തൂക്കം നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ടോക്കൻ 29 കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആൾക്ക് നല്ല ചുമ ഉണ്ടായിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ ആൾ ഉഷാറായി. ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, വേറൊരു മരുന്ന് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതിയ മരുന്നൊക്കെ നമ്മൾ വാങ്ങി ബില്ല് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഓൾറെഡി ഞാനൊരു മരുന്ന് കൊടുക്കാനുണ്ട്. അത് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും നേരം വൈകുമെന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തു. ആ മരുന്ന് കൊടുത്തതിന് ഇമ്മാനെ തല്ലുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം അവന് മരുന്ന് കഴിക്കാൻ ഭയങ്കര പിന്നാക്കാണ്. അങ്ങനെ താഴെ വന്ന് നമ്മൾ ശശിയേട്ടനെ വിളിച്ചു. ശശിയേട്ടൻ വന്നു, നമ്മൾ വണ്ടി കയറി. അങ്ങനെ വണ്ടി കയറിയിട്ടും എൻ്റെ മകൻ്റെ മുഖത്തൊരു തെളിച്ചുണ്ടായിരുന്നില്ല. മരുന്ന് കുടിക്കുക കാരണമാണത്. പോരുന്ന വഴിക്ക് നമ്മളൊരു സ്പെയർ പാർട്സ് കടയിൽ നിർത്തി. കാരണം ശശിയേട്ടൻ്റെ വണ്ടിക്ക് എന്തോ വാങ്ങാനുണ്ട്. ശശിയേട്ടൻ പോയിട്ട് അപ്പം തന്നെ വന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പോരുമ്പോഴാണ് തൂളിക്കൊണ്ടിരുന്ന മഴ പെട്ടെന്ന് പെരുമഴയായി പെയ്തത്. കൂട്ടാൻ വയ്ക്കാൻ മീൻ വാങ്ങണം എന്നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയെന്ന് വിചാരിച്ച് മീൻ വാങ്ങാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പെരിങ്ങോട് എത്തിയിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു. പോരുന്ന വഴി അക്ഷയയിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും കയറി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു. ഓക്കെ, ബൈ.